ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മദ്യപിച്ച് മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളൊക്കെ തന്നെ കർശനമാക്കി റെയിൽവേ ബോർഡ്. ഇനി മുതൽ ട്രെയിനുകളിൽ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെയായിട്ട് നിർബന്ധിത സാമൂഹിക സേവനവും കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യേണ്ടി വരും. ഇത് സംബന്ധിച്ച 1989 റെയിൽവേ നിയമത്തിലെ ഭേദഗതികളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ജൻ വിശ്വാസ് ഭേദഗതി ആക്ട് 2026 റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ പുതിയ നിയമങ്ങളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരും. ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർക്ക് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയോ ആയിരുന്നു ശിക്ഷ. എന്നാൽ പുതിയ നിയമപ്രകാരം ലഹരി ഉപയോഗിച്ച വ്യക്തിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ഇതിനൊപ്പം 1000 രൂപ വരെ പിഴയും റെയിൽവേ പുതുതായിട്ട് അവതരിപ്പിച്ച സാമൂഹിക സേവന ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ശല്യം തുടരുന്നവർക്കെതിരെ ഇതിലും ഉയർന്ന ശിക്ഷാ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നതാണ്. മദ്യപാനത്തിന് പുറമെ ടിക്കറ്റ് ഇല്ലാത്ത യാത്ര, സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുകകളും റെയിൽവേ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്ക് യാത്രാക്കൂലിയും ഒപ്പം കുറഞ്ഞത് 500 രൂപ അധിക പിഴയായിട്ടും ഈടാക്കും. തുക ഒടുക്കാൻ വിസമ്മതിച്ചാൽ മാത്രമേ ഇനി മുതൽ കോടതി നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ നിലവിലുണ്ടായിരുന്ന 500 രൂപ പിഴ കുത്തനെ കൂട്ടി 2500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ കോടതി വഴി 5000 രൂപ വരെ പിഴ ഈടാക്കാം. കൂടാതെ യാത്രക്കാരുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ലംഘനങ്ങളുടെ സ്വഭാവമനുസരിച്ച് യഥാക്രമം 1000 രൂപ 2000 രൂപ എന്നിങ്ങനെ പിഴ ഈടാക്കുകയും തുക അടയ്ക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുകയും ചെയ്യും. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.